ഡിയർ സ്റ്റുഡൻസ്, +1 മാത്തമാറ്റിക്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററായ സെറ്റ്സിലെ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ആദ്യത്തെ ഓപ്പറേഷനായ യൂണിയൻ ഓഫ് സെറ്റ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ടോപ്പിക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, അതായത് അടുത്ത ഓപ്പറേഷനായ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ക്ലാസ്സുകൾ തുടർച്ചയായി കാണാൻ ശ്രദ്ധിക്കുക. അതായത് ഓരോ ടോപ്പിക്കും ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. മാത്സ് ആണ്, അതുകൊണ്ട് നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പഠിക്കുക. ഒരു സെഷൻ കഴിഞ്ഞാൽ അടുത്ത സെഷനിലേക്ക് ആ ടോപ്പിക്കിലുള്ള കാര്യങ്ങൾ കൂടി കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇവിടെ നമുക്ക് രണ്ട് സെറ്റ് കൺസിഡർ ചെയ്യാം, ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി. രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ ബി ഡിനോട്ട് ഇറ്റ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി. നേരത്തെ നമ്മൾ യൂണിയൻ എന്നുള്ള കൺസെപ്റ്റിൽ ഉപയോഗിച്ച സിമ്പൽ നേരെ കമഴ്ത്തിയിട്ട സിമ്പലാണ് നമ്മുടെ എ ഇൻ്റർസെക്ഷൻ ബിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ആൻഡ് ബി ആർ ടു ഗിവൺ സെറ്റ്സ്. A intersection B is the set of all elements which are in A and B. അതായത് എയിലും ബിയിലും ഒരേ സമയത്ത് എയിലും ബിയിലും ഉള്ള എലമെൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി വി ക്യാൻ റൈറ്റ് ദാറ്റ് സെറ്റ് ഇൻ സെറ്റ് ബിൽഡർ ഫോം ആസ് A intersection B is the set of all x such that x belongs to A and x belongs to B. അതായത് എയിലും ബിയിലും ഉള്ള എലമെൻറ്റ്സ്, അതായത് എയിലും ബിയിലും ഉള്ളതെന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഒരേ സമയത്ത് എയിലും ഉണ്ടായിരിക്കണം, ബിയിലും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എലമെൻറ്റ്സിനെയാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി, ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ബിലോങ്സ് ടു ബി. നമ്മൾ യൂണിയൻ പറഞ്ഞപ്പോൾ ഇവിടെ ഉപയോഗിച്ച വേർഡ് എന്തായിരുന്നു? ഓറാണ്. അവിടെ നമ്മൾ പറഞ്ഞത് എയിലോ അല്ലെങ്കിൽ ബിയിലോ. ഇപ്പോൾ എയിലില്ലെങ്കിലും ബിയിലുണ്ടായാൽ ആ എലമെൻറ്റ് യൂണിയൻ്റെ അകത്ത് വരും. പക്ഷേ ഇവിടെ എയിലും ഉണ്ടായിരിക്കണം, അതേസമയം എവിടെ ഉണ്ടായിരിക്കണം? ബിയിലും ഉണ്ടായിരിക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്ന എന്ത് എലമെൻറ്റ്സ് ആയിരിക്കും? കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് മാത്രമാണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു സെറ്റ് 2 3 5 6. വാട്ട് അബൌട്ട് എ ഇൻ്റർസെക്ഷൻ ബി? A intersection B is the set of all elements which are common to both A and B. അപ്പോൾ ഇവിടെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. 1 എയിൽ മാത്രമേ ഉള്ളൂ, ബിയിലില്ല. 2 ഉണ്ട്, എയിലുണ്ട്, ബിയിലുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ എലമെൻറ്റ് നമുക്ക് 2 എഴുതാം. 2, ഇനി അടുത്ത എലമെൻറ്റ് നോക്കുക 3 എയിലുണ്ട്, ബിയിലും ഉണ്ട്. അപ്പോൾ അടുത്ത എലമെൻറ്റ് 3 ആണ്. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കൂ. എയിലുള്ള എലമെൻസിൽ 4 ഉണ്ട്, 4 ഇതിലില്ല. അപ്പോൾ 4 എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആരൊക്കെയാ? 2 ആൻഡ് 3. അതാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എഴുതേണ്ടത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് മനസ്സിലായല്ലോ. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഉണ്ടായിരിക്കുക. ഇനി നമുക്കിതിൻ്റെ വെൻ ഡയഗ്രാം നോക്കാം. ഇവിടെ വരച്ചിട്ടുള്ള വെൻ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ യൂണിവേഴ്സ് സെറ്റാണ് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളത്. നമ്മൾ നേരത്തെ അറിയാം, നമുക്ക് യൂണിവേഴ്സ് സെറ്റ് റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമ്മൾ വരക്കുന്നത്. അതുപോലെ സർക്കുലർ ഷേപ്പിലാണ് നമ്മൾ സെറ്റ്സ് വരക്കുന്നത്. ഇപ്പോൾ സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ട്. കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ള ബ്ലൂ കളറിൽ കാണിക്കുന്ന ഭാഗം. അപ്പോൾ ഈ ഒരു ഭാഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി എന്ന സെറ്റായിരിക്കും. അപ്പോൾ എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഭാഗം. അപ്പോൾ നമ്മൾ വെൻ ഡയഗ്രാം വരക്കുമ്പോൾ ഈ ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് വെൻ ഡയഗ്രാണ്.
നന്നായിട്ട് മനസ്സിലാക്കുക. നമുക്ക് പല ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഈ ഒരു വെൻ ഡയഗ്രം മനസ്സിലാക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നന്നായിട്ട് ഈ ചിത്രത്തിലൂടെ എ ഇൻ്റർസെക്ഷൻ ബി മനസ്സിലാക്കാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ അറ്റ് ദി സെയിം ടൈം എക്സ് ബിലോങ്സ് ടു ബി. ദർഫോർ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഈ വെൻ ഡയഗ്രത്തിൽ നന്നായിട്ട് വരച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ക്യാപിറ്റൽ എ ഈക്വൽ ടു, സപ്പോസ് എ ഈസ് ഈക്വൽ ടു 1,2 ആൻഡ് ക്യാപിറ്റൽ ബി ഈക്വൽ ടു സെറ്റ് എ, ബി. നമുക്കറിയാം എയിലും ബിയിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് അല്ലേ. എയിലുള്ളത് നമ്പേഴ്സാണ്, ബിയിലുള്ളത് ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ ഇൻ്റർസെക്ഷൻ ബി, എയിലുള്ള ഒരൊറ്റ എലമെൻറ്റ് പോലും ബിയിലില്ല. അപ്പോൾ നമുക്ക് എഴുതാം ഇറ്റ് ഈസ് എ നൾ സെറ്റ്. ഈ ടൈപ്പ് സെറ്റ്സിനെ, അതായത് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ ഇത്തരം സെറ്റ്സിനെ നമ്മൾ പറയുന്നത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്നാണ്. What are these sets called? Disjoint sets എന്ന് പറയാം. അപ്പോൾ രണ്ട് എയിലും ബിയിലും കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ അത്തരം സെറ്റിനെ പറയുന്നത് ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഡിസ്ജോയിൻറ്റ് സെറ്റ്സിന് നമ്മുടെ സെറ്റ് തിയറിയിൽ ഓർത്ത് വെക്കുക. ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ കോൾഡ് ഡിസ്ജോയിൻറ്റ് ഇഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. ഈ ഒരു കണ്ടീഷനുള്ള സെറ്റ്സിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സെറ്റ്സിനെ വെൻ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഡിസ്ജോയിൻറ്റ് സെറ്റ്സിൻ്റെ വെൻ ഡയഗ്രം വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് സെറ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സർക്കിളായിട്ടാണ് വരക്കുന്നത്. രണ്ടും കൂടി ചേരുന്ന ഭാഗമില്ല. അപ്പോൾ ഇങ്ങനെ വരക്കണം. ഇപ്പം വരച്ചിട്ടുള്ളത് പോലെ ഇതുപോലെയാണ് നമ്മൾ വരക്കേണ്ടത്. രണ്ട് സെറ്റും കോമൺ ആയിട്ടുള്ള പാർട്ട് വരാൻ പാടില്ല. അപ്പോൾ വേറെ സർക്കിളായിട്ട് വരക്കുക. അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ എന്താണ്? നൾ സെറ്റാണ്. അപ്പോൾ ഇത്തരം സെറ്റ്സിനെയാണ് നമ്മൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ എയും ബിയും എന്താണ്? ഡിസ്ജോയിൻ്റ് ആണ്. അപ്പോൾ ഡിസ്ജോയിൻറ്റ് സെറ്റ്സിനെ നമ്മൾ ഈ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, ദെൻ എ ആൻഡ് ബി ആർ കോൾഡ് വാട്ട്? ഡിസ്ജോയിൻറ്റ് സെറ്റ്സ്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ എ ഈക്വൽ ടു AEIOU ആൻഡ് വി നോ ദാറ്റ് capital A is the set of all vowels in English alphabet. And look at the set B, that is A, I, U. നമുക്കറിയാം എയിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ആണ് ബിയിലുള്ളത് അല്ലേ. അതായത് ബിയിലുള്ള എല്ലാ എലമെൻറ്റ്സും എയിലുള്ളതാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താ പറയുക? ബി എയുടെ സബ്സെറ്റാണ്. therefore we can say that B is a subset of A. B is a subset of A. അപ്പോൾ ഈ കേസിൽ ബി എയുടെ സബ്സെറ്റാണ്. ദെൻ വാട്ട് അബൌട്ട് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ ദിസ് കേസ്? എ ഇൻ്റർസെക്ഷൻ ബി എന്താണ്? ഈ ഒരു എക്സാമ്പിളിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്താ കിട്ടുക? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് എ ഇൻ്റർസെക്ഷൻ ബിയിൽ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ബിയിലുള്ള കോമൺ എലമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സ്മോൾ ലെറ്റർ എ കോമൺ ആണ്. അപ്പോൾ നമുക്കത് എ എഴുതാം. ഇ ഇല്ല, ഈ എയിൽ മാത്രമേ ഉള്ളൂ. ഐ ഉണ്ട്, ഐ കോമൺ ആണ്. യു കോമൺ ആണ്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് രണ്ടാമത്തെ സെറ്റാണ്. അതായത് ബി ആണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇവിടെ ഉള്ള കൺസെപ്റ്റ്? ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അത് ബി സബ്സെറ്റ് ഓഫ് എ ഇംപ്ലൈസ് വാട്ട്? എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി. നമ്മൾ യൂണിയനിൽ ഇതുപോലെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു യൂണിയനുള്ള റിസൾട്ട്? ഇഫ് ബി സബ്സെറ്റ് ഓഫ് എ ദെൻ എ യൂണിയൻ ബി ഈക്വൽ ടു എ. ദാറ്റ് ഈസ് ബി എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കിട്ടുന്നത് ഇതിലേതാണോ ചെറുത് അതാണ് നമുക്ക് ഇൻ്റർസെക്ഷനായിട്ട് കിട്ടുക. ഇവിടെ ഇപ്പോൾ ഏതാ ചെറുത്? ബി ആണ്. അപ്പോൾ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലൊരു റിസൾട്ട് നമ്മൾ യൂണിയൻ്റെ അകത്തും പറയുന്നുണ്ട്. അപ്പോൾ എ യൂണിയൻ ബിയിൽ വലിയ സെറ്റാണ് നമുക്ക് കിട്ടുക. പക്ഷേ എ ഇൻ്റർസെക്ഷൻ ബിയിൽ ഏതാ കിട്ടുക? ചെറിയ സെറ്റാണ് കിട്ടുക. അത് പ്രത്യേകം ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ടാണ്. നമുക്ക്
അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ സാധാരണ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചോദ്യമാണ്. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന ഓപ്പറേഷൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് കമ്മ്യൂട്ടേറ്റീവ് ലോ. കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സിൽ നേരത്തെ കണ്ടു കഴിഞ്ഞു. അതായത് സെറ്റിൻ്റെ ആ ക്രമത്തിനെ നമുക്ക് ഒരു തരത്തിലും അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അതായത് എ യൂണിയൻ ബി ഈക്വൽ ടു എ ബി യൂണിയൻ എ. അതായത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ യൂണിയൻ്റെ കേസിൽ പറഞ്ഞത്. ഇവിടെ അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ നമുക്ക് എങ്ങനെ പറയാം? എ ഇൻ്റർസെക്ഷൻ ബി, നമുക്കതിന് ഇങ്ങനെ എഴുതാം, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാം. അതിൻ്റെ ഓർഡർ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നർത്ഥം. അപ്പോൾ ആ ലോനെ നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലോയിലേക്ക് പോകാം. സെക്കൻഡ് ലോ, അസോസിയേറ്റീവ് ലോ. ഈ ലോയും നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സിൽ കണ്ടിരുന്നു. എന്താണ് ഈ ലോയിൽ പറയുന്നത്? 3 സെറ്റ് വേണം അല്ലേ? നമ്മൾ 3 സെറ്റ് കൺസിഡർ ചെയ്യുന്നു. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി. Therefore we can write the associative law like this: A intersection B intersection C equal to A intersection B intersection C. ഇതാണ് അസോസിയേറ്റീവ് ലോ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രാക്കറ്റ് മാത്രം നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു, ഓർഡറിനെ മാറ്റുന്നില്ല. ബ്രാക്കറ്റ് മാത്രം ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാണ്? എയ്ക്കും ബിക്കും ആയിരുന്നു. റൈറ്റിൽ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത് ബിക്കും സിക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യുന്നില്ല, പകരം ബ്രാക്കറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിശദമായിട്ട് നമ്മൾ യൂണിയൻ ഓഫ് സെറ്റ്സിൽ കണ്ടിട്ടുള്ളതാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്കിതിനെ 3 സെറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ആദ്യം എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷൻ എടുക്കുന്നു, പിന്നീട് ആ റിസൾട്ടും ആ സെറ്റും സിയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എടുത്താലും, ആദ്യം ബിയും സിയും ഇൻ്റർസെക്ഷൻ കണ്ടുപിടിച്ചതിന് ശേഷം എയും അതിൻ്റെ ആ റിസൾട്ടും കൂടി ഇൻ്റർസെക്ഷൻ ചെയ്താലും ഒരേ ആൻസർ ആയിരിക്കുന്നതാണ് അസോസിയേറ്റീവ് ലോയിൽ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലോ ആണ് അസോസിയേറ്റീവ് ലോ. ഇനി മൂന്നാമത്തെ ലോ നോക്കാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, 5 ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു 5. നമുക്കറിയാം ഇൻ്റർസെക്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? 2 സെറ്റിലും ഉള്ള പൊതുവായ എലമെൻറ്റ്സ് ആണ് നമ്മൾ ഇൻ്റർസെക്ഷനിൽ എഴുതുക. ഇപ്പോൾ 5-നകത്ത് എലമെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ അതിൽ കോമൺ ആയിട്ട് എടുക്കാൻ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ എന്താ എഴുതുക? ഇൻ്റർസെക്ഷൻ 5 ആണ്. 5 ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു 5 ആണ്. അതുപോലെ യു ഇൻ്റർസെക്ഷൻ എ, യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സ് സെറ്റും ഏതൊരു സബ്സെറ്റ് എയും തമ്മിൽ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു റിസൾട്ടാണ്, എ യുവിൻ്റെ സബ്സെറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ യുവും എയും ഇൻ്റർസെക്ഷൻ എടുത്താൽ ചെറിയ സെറ്റായിരിക്കും ആൻസർ, അതായത് എ ആയിരിക്കും ആൻസർ. അത് യുവിൻ്റെ പ്രത്യേകതയാണ്. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റാണ്. അത് ഏതൊരു സെറ്റിൻ്റെയും സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റാണ് യു അല്ലേ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റിൻ്റെ ഒക്കെ സൂപ്പർ സെറ്റായിട്ട് വരുന്ന സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ അതും ഒരു സെറ്റും നമ്മൾ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ സെറ്റ് ആരായിരിക്കും? എ ആണ്, അതായിരിക്കും ആൻസർ വരിക. അപ്പോൾ യു ഇൻ്റർസെക്ഷൻ എ എന്ന് പറയുന്നത് എ തന്നെയാണ്. അപ്പോൾ ഇത് 2 പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടുന്നത് 5ൻ്റെയും യുവിൻ്റെയും പ്രത്യേകത കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ലോ ഓഫ് 5 ആൻഡ് യു എന്ന് പറയുന്നു. പ്രത്യേകിച്ചൊരു പേരൊന്നും അതിനില്ല, കാരണം സെറ്റിൽ മാത്രം വരുന്ന പ്രത്യേകതയുള്ള സെറ്റുകളാണ് 5ഉം യുവും. അപ്പോൾ നമ്മളതിനെ ആ ലോനെ എന്ത് പറയുന്നു? ലോ ഓഫ് 5 ആൻഡ് യു എന്ന് പറയുന്നു. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി 4th വൺ, എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ഒരു എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റും മറ്റൊരു എലമെൻറ്റ് എ അല്ലേ? അതായത് ഇവിടെ നമ്മൾ എലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കളക്ഷൻ ഓഫ് സെറ്റ്സിനകത്തുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റും മറ്റൊരു സെറ്റ് എയും, ഈ 2 സെറ്റുകളിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വീണ്ടും എ തന്നെയാണ്. ഈ ഒരു പ്രത്യേകത നമ്മൾ യൂണിയൻ്റെ അകത്ത് കണ്ടതാണല്ലോ. എ യൂണിയൻ എ എന്തായിരുന്നു? എ ആണ്. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ഐഡം പൊട്ടൻറ്റ് ലോ. ആ പ്രത്യേകത ഇവിടെ ഇൻ്റർസെക്ഷൻ്റെ അകത്തും കാണുന്നുണ്ട്. അപ്പോൾ ഐഡം പൊട്ടൻറ്റ് ലോ ആണിത്. ഒരു സെറ്റ് അതിനോട് തന്നെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് അതേ സെറ്റ് തന്നെ കിട്ടുന്നു.
അപ്പോൾ ഇത് ഐഡം പൊട്ടൻറ്റ് ലോ ആണ്, നാലാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. അടുത്ത പ്രോപ്പർട്ടി നോക്കാം നമുക്ക്. ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് 5th വൺ. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നാണ് നമ്മളിതിന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇതെങ്ങനെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് പുറത്തുണ്ട് അല്ലേ. എ യൂണിയൻ ബ്രാക്കറ്റിനുള്ളിൽ ബി ഇൻ്റർസെക്ഷൻ സി ആണ്. നമ്മൾ ഈ എ എന്ന് പറയുന്ന സെറ്റിനെ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എ യൂണിയൻ ബി, പിന്നെ ഈ നടുക്കുള്ള ഓപ്പറേഷൻ ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിനെ ബിക്കും സിക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നടുക്ക് വരേണ്ടത് ഈ ബിക്കും സിക്കും ഇടയിലുള്ള ഓപ്പറേഷനാണ് നമുക്ക് നടുക്ക് വരുന്നത്. അപ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇനി അടുത്തൊരു ലോ നോക്കുക. അതേ പ്രത്യേകത തന്നെയാണ് ഇവിടെയും. നമ്മൾ പരസ്പരം ഓപ്പറേഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. നിങ്ങൾ നമ്പേഴ്സിൻ്റെ കേസിൽ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പഠിച്ചിട്ടുണ്ടാവും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊന്ന് ഓർത്ത് വെക്കാനുള്ളൊരു ക്ലൂ ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഓപ്പറേഷനാണത്. എ ഇൻറ്റു ബ്രാക്കറ്റിൽ ബി പ്ലസ് സി ആണെന്ന് വിചാരിച്ചോ. നമ്മളത് ബ്രാക്കറ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഇവിടെ വരുന്ന ഓപ്പറേഷൻ ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. എ നമ്മൾ എഴുതുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എ ഇൻറ്റു ബി പ്ലസ് സി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ ഇൻറ്റു ബി, അതായത് എ ബി പ്ലസ് എ ഇൻറ്റു സി. എ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? ബിക്കും സിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ നടുക്ക് വരുന്ന ഓപ്പറേഷനാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓർമ്മയുണ്ടല്ലോ എങ്ങനെ ചെയ്യുന്നത്? ഇത് നമ്പേഴ്സിൽ നമ്മൾ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാനൊക്കെ തന്നെ ഉപയോഗിക്കുന്ന റൂളാണ്. അപ്പോൾ അതേപോലെയാണ് നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. ഇവിടെ ഓപ്പറേഷൻ പ്ലസും ഇൻറ്റും ഇവിടെ എടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ എടുക്കുന്ന ഓപ്പറേഷൻ യൂണിയനും ഇൻ്റർസെക്ഷനാണ്. പക്ഷേ ഈ നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ രണ്ട് രീതി പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് പോസിബിൾ അല്ല. അതായത് എ പ്ലസ് ബി ഇൻറ്റു സി ഇങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ടോ? സാധാരണ ചെയ്യാറില്ല. ഇത് റൈറ്റ് സൈഡ് നമുക്ക് മറ്റൊരു രീതിയിലാണ് കിട്ടുക. എ പ്ലസ് ബി സി എന്നാണ് കിട്ടുക. ദിസ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് ഏതിൻ്റെ കേസിലില്ല? പ്ലസ്സും ഇൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കിട്ടുന്നില്ല. ഇത് പോസിബിൾ അല്ല. നമുക്ക് ഒരൊറ്റ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മാത്രമേ നമ്മളിതിൽ പറയുന്നുള്ളൂ. പക്ഷേ സെറ്റിൻ്റെ കേസിൽ ഇത് രണ്ടും പോസിബിളാണ്. ഇങ്ങനെ ചെയ്താലും കറക്റ്റായിട്ട് വരും. അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. 5th പ്രോപ്പർട്ടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ.